മാച്ച് നമ്പർ 74 രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. മെയ് 2-ാം തീയതിയാണ് മത്സരം നടക്കുക. ടൂർണമെൻറ്റിൽ ആദ്യമായാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. തുടർച്ചയായി 4 മത്സരങ്ങൾ ജയിച്ചു നിൽക്കുന്ന രാജസ്ഥാനും തുടർച്ചയായി 2 മത്സരങ്ങൾ തോറ്റു നിൽക്കുന്ന സൺറൈസേഴ്സും ഏറ്റുമുട്ടുമ്പോൾ ആവേശം വാനോളമാണ്. ടൂർണമെൻറ്റിൽ വമ്പൻ സ്കോറുകൾ നേടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച സൺറൈസേഴ്സ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ദയനീയമായാണ് തോറ്റത്. ഹെഡും അഭിഷേകും പവർ പ്ലേയിൽ മടങ്ങിയാൽ തങ്ങൾ തോറ്റുവെന്ന് പറയാതെ പറയുകയാണ് SRH. എതിരാളികളും ഇരു താരങ്ങളുടെയും ദൗർബല്യം മുതലെടുക്കാൻ തുടങ്ങിയതോടെ SRHൻ്റെ വിജയ റൺ അവസാനിച്ചു. ഫോം ആകുമ്പോൾ എല്ലാവരും കത്തിക്കയറുകയും ഫോം ഔട്ട് ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് മങ്ങുകയും ചെയ്യുന്നത് സൺറൈസേഴ്സിന് തലവേദനയാണ്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങൾ കൊണ്ട് മാത്രം അവരെ എഴുതിത്തള്ളാനാകില്ല. ബോളിങ്ങിലും അത്ര നല്ല പ്രകടനമല്ല SRHൻ്റെ ഭാഗത്തുള്ളത്. നടരാജനും കമ്മിൻസുമെല്ലാം റൺ വഴങ്ങുന്നുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഓൾറൗണ്ടർ ഈ സീസണിലെ ഒരു മികച്ച കണ്ടെത്തലാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് പകരക്കാരനാകാൻ കഴിവുള്ള താരമാണ്. ഓൾറൗണ്ടർ ഷഹബാസ് അഹമ്മദ് മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. 9 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവുമായി 10 പോയിന്റോടെ 4-ാം സ്ഥാനത്താണ് നിലവിൽ SRH. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ രാജസ്ഥാനത്തിൻ്റെ വിജയം അനിവാര്യമാണ്. മറുവശത്ത് സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെയാകും സഞ്ജുവിൻ്റെ രാജസ്ഥാൻ ഇറങ്ങുക. ബാറ്റിങ്ങിലും ബോളിങ്ങിലും മികച്ച ഫോമിൽ 16 പോയിന്റുമായി തലപ്പത്ത് തന്നെയുണ്ട്. എന്നാൽ ലീഗിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ ഫോം പ്ലേ ഓഫ് മത്സരങ്ങളിലേക്ക് കൂടി കണ്ടെത്തുക എന്നത് അതിപ്രധാനമാണ്. അല്ലെങ്കിൽ ലീഗ് ഘട്ടത്തിലെ മികച്ച പ്രകടനങ്ങൾ പാഴാകും. സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി തന്നെയാണ് രാജസ്ഥാൻ്റെ ഒരു പ്ലസ് പോയിന്റ്. എല്ലാ ടീം അംഗങ്ങളെയും പ്രചോദിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും താരത്തിന് പ്രത്യേക കഴിവുണ്ട്. ബട്ട്ലർ, ജയ്സ്വാൾ, സഞ്ജു, പരാഗ്, ജുറൽ, ഹിറ്റ്മേർ, പവൽ ഇവരടങ്ങുന്ന ബാറ്റിംഗ് യൂണിറ്റ് ഏത് ബോളിങ്ങിനെയും നേരിടാൻ കഴിവുള്ളതാണ്. ബോൾട്ട് നേതൃത്വം നൽകുന്ന ബോളിംഗ് നിരയിൽ സന്ദീപ് ശർമ്മ കൂടി ഫോമിലായതോടെ ഡെത്ത് ഓവറുകളിൽ റൺസ് വിട്ടുകൊടുക്കാതെ എതിരാളികളെ പിടിച്ചുകെട്ടാൻ കഴിയുന്നു. ഇത് ബാറ്റിംഗ് യൂണിറ്റിനും ആശ്വാസം നൽകുന്നുണ്ട്. കാത്തിരിക്കാം മികച്ച ഒരു പോരാട്ടത്തിനായി.